മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നവ്യ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടർമാരെ വെല്ലുവിളിച്ച് ഇങ്ങനെ ജില്ലയിലേക്ക് എത്താനുള്ള കാരണം എന്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഈ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും രണ്ട് അഭിപ്രായം പറയുന്നു. UDF ജില്ലാ നേതൃത്വം രാഹുലിന് പിന്തുണ ഉറപ്പാക്കുന്നു. എന്തൊക്കെ കളികളാണ് സാധാരണ വോട്ടർമാർ അവിടെ കാണുന്നത്? പാർലമെന്ററി ടീമിൽ നിന്നും പുറത്താക്കിയിരിക്കുന്ന വ്യക്തിയെ ഇങ്ങനെ പുറത്താക്കിയെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഘോരം പ്രസംഗിക്കുകയും അതേസമയം അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണ വലയം ഒരുക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെയാണ് നമ്മളിവിടെ സംശയിക്കുന്നത്. രണ്ടാമത്, 38 ദിവസമായി പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെ അനാഥമായിട്ടുള്ള ഒരു അവസ്ഥ ഈ പാലക്കാട് നഗരം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 38 ദിവസമായി. അപ്പോൾ ഇതിലൊരു തീരുമാനം വേണ്ടത് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും MLA അതേ മണ്ഡലത്തിൽ വന്ന് മറ്റ് പരിപാടികൾ പങ്കെടുക്കുക എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ശക്തമായിട്ടുള്ള ആവശ്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പുറത്തേക്ക് പോകണം എന്നുള്ളതും, ഒരു ബൈ ഇലക്ഷൻ വന്ന് വീണ്ടും ഈ നടപടിക്രമങ്ങളിലൂടെ മറ്റൊരു ജനപ്രതിനിധിയെ, അതായത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പ്രതിനിധിയെ അവിടെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അദ്ദേഹത്തെ ഇതിനു മുൻപ് ഒരു ദിവസം പാലക്കാട് ജില്ലയിൽ വരും എന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് ആ യാത്രയിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോയതാണ്. വീണ്ടും ഇന്നത്തെ ദിവസം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ മണ്ഡലത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള കോൺഗ്രസിന്റേതടക്കമുള്ള ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇവിടെയുള്ള ജില്ലാ ഭരണത്തെ, അവരുടെ കോൺഗ്രസ് ഭരണത്തെ വെല്ലുവിളിച്ചുകൊണ്ടും സംസ്ഥാനത്തെയും എല്ലാം തന്നെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം അദ്ദേഹം വരാനിരുന്ന ദിവസം രാവിലെ മുതൽ ഭാരതീയ ജനതാ പാർട്ടി അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നുള്ള സൂചന അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പും ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിരുന്നു. ഇന്നും അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം ഒരു വിവാഹ വീട്ടിൽ വരുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണൽ മാറ്റേഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലല്ല ഞങ്ങളുടെ പ്രശ്നം. പക്ഷെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകും. തീർച്ചയായും ശ്രീമതി നവ്യ, താങ്കൾ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ BJP മാത്രമാണ് ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, വോട്ടർമാർക്ക് വേണ്ടി എന്നും ഇന്നും ശബ്ദമുയർത്തിയത്. ആ മണ്ഡലത്തിൽ മറ്റുള്ളവരെ കാണുവാനേ ഇല്ല. CPM-കാരോ LDF-കാരോ ഒന്നുമില്ലേ? LDF-കാരും സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എത്താൻ ഒരു സാധ്യതയില്ല. കാരണം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെയാണ് ഈ രണ്ട് പാർട്ടികളും. ഇത് കോൺഗ്രസ് ആയാലും LDF ആയാലും ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഭാരതത്തിൽ ഉടനീളം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന പേരിൽ അലങ്കരിക്കപ്പെടുന്ന രണ്ട് പാർട്ടികളും കൈകോർത്തുകൊണ്ടുള്ള നിലപാടുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ LDF-ന് ഒരിക്കലും സാധിക്കാത്തതും അവരുടെ പാർട്ടിക്കകത്തുള്ള നിരവധി വിഷയങ്ങൾ ഇത്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഭീഷണികൾക്ക് വഴങ്ങേണ്ട സാഹചര്യമില്ല. ഇവിടെ ഒരു വൈറ്റ് കാർഡോടുകൂടെ ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ, അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. നിരവധി സ്ത്രീകളാണ് അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അത് തെളിവ് സഹിതം ഇവിടെ പ്രൂവ് ചെയ്തിട്ടും അതിനെതിരെ ഒരു നടപടിയും എടുക്കാതെ സാധാരണക്കാരുടെ ഇടയിലേക്ക് 51% വരുന്ന സ്ത്രീജനങ്ങളുടെ ഇടയിലേക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീമതി നവ്യ ഹരിദാസ് പ്രതികരിച്ചതിന്.